നിങ്ങളൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നാളെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നീണ്ട 12 വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട ദിനങ്ങൾ, നീണ്ട 12 വർഷമായി നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു അല്ലേ? ഒരുപാട് അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് എക്സാമുകൾ എഴുതി, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പടിയിറങ്ങുന്നത് ഈ 12th റിസൾട്ടും കൊണ്ടാ. സോ ഒറ്റൊരു കാര്യം ഉറപ്പിച്ചോ, ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇനി 1-2 മാസം മാക്സിമം ഉള്ള ഈ +2 റിസൾട്ട് എത്രത്തോളം അടിപൊളിയാക്കാമോ അത്രത്തോളം നിങ്ങൾ അടിപൊളിയാക്കിയിരിക്കണം. അതിന് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയിരിക്കണം. അതിൽ വേറെ അപ്പീലൊന്നുമില്ല. പക്ഷേ അത് കൂടാതെ നിങ്ങളുടെ ലൈഫിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ ചേട്ടന്മാരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അവരൊക്കെ എപ്പോഴാണ് അവരുടെ ലൈഫിൽ റോങ് ഡിസിഷൻസ് എടുത്തിട്ടുള്ളതെന്ന്. കൂടുതൽ ആളുകളുടെ ലൈഫിൽ ഈ +2 ലൈഫിന് ശേഷമാണ് ഈ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോയേക്കുന്നത്. സോ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ബുദ്ധിമാന്മാരായ ആളുകൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള തെറ്റുകൾ പഠിച്ച് സ്വന്തം ജീവിതത്തിൽ അത് വരാതിരിക്കാൻ നോക്കും. എന്നാൽ വിഡ്ഢികൾ എന്ത് ചെയ്യും? സ്വന്തം ജീവിതത്തിൽ തെറ്റുകൾ വരുന്നവരെ കാത്തിരുന്ന് എന്നിട്ട് റെക്ടിഫൈ ചെയ്യും. നമ്മളതിൽ ഏതാണ്? നമ്മളതിൽ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യണം. ആസ് എ ബ്രദർ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കരിയർ ഇപ്പോൾ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. സാർ അല്ലേ തന്നെ +2 പഠിക്കാനുണ്ട് ഒരുപാട്, അതിൻ്റെ ഇടയിൽ കൂടി ഇനിയിപ്പോൾ വേറൊന്നും പഠിക്കാൻ സമയമില്ല സാർ, അതൊക്കെ +2 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ പറയുന്നവരോടാണ് അത് തന്നെ ഒരു തെറ്റായ തീരുമാനമായി. കാരണം നമുക്ക് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ +2 സിലബസ്, അതായത് +2 എക്സാമിന് നന്നായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കാൻ പറ്റുന്ന കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് നിങ്ങൾ പഠിക്കുക. എന്തിനു വേണ്ടി പഠിക്കുക? +2 സിലബസ് നല്ല വൃത്തിക്ക് ഹാർഡായിട്ട് പഠിക്കുക. ആ പ്ലാനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അടുത്ത 3 മന്ത്സ് നിങ്ങൾക്ക് മെയ്യിൽ ഒരു എക്സാം നടക്കുന്നുണ്ട്. അതിന്റെ പേര് CUET എന്നാണ്. നിങ്ങളിപ്പോൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഡോക്ടർ, പിന്നെ എഞ്ചിനീയർ അതുപോലുള്ള കോഴ്സിന് നിങ്ങൾ ചേരുന്നില്ല എങ്കിൽ നിങ്ങളൊരു ബിരുദം കരസ്ഥമാക്കി സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ബിരുദം കരസ്ഥമാക്കി കമ്പനികളിലേക്ക് മാനേജ്മെന്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ അതിനുശേഷം MBA MCOM ആ രീതിയിൽ എങ്ങനെ നിങ്ങളുടെ പ്ലാൻ ആണെങ്കിലും ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡിഗ്രി വേണം. ആ ഡിഗ്രി നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജുകളിൽ ചേരുന്നതാണ് നല്ലത്. ഇപ്പോഴും നിങ്ങളൊന്ന് റിയാലിറ്റിയിലോട്ട് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് വെറുതെ ഏതോ കോളേജിൽ പോയി എന്തോ ഡിഗ്രി പഠിച്ച് ഇറങ്ങുന്ന എത്ര ആളുകൾക്ക് ജോലിയുണ്ട്, എത്ര ആളുകൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടാ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ കാത്തിരിക്കാതെ ഇപ്പോഴേ റിയാലിറ്റിയെ പറ്റി ചിന്തിക്കുക. ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളോ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെ, ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ തന്നെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി അഡീഷണൽ അധികം കഷ്ടപ്പാടൊന്നും ഇല്ല ഗൈസ്. നിങ്ങൾ +2 പഠിക്കുന്ന സിലബസ് നല്ല വൃത്തിക്ക് പഠിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. അഡീഷണൽ ആയിട്ടുള്ള 1-2 പേപ്പർ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? മാർച്ചിലെ +2 എക്സാം കഴിഞ്ഞതിന് ശേഷം ഏപ്രിലിൽ ഇരുന്ന് പഠിച്ചോളാം. അപ്പൊ നമുക്ക് എന്താ പറ്റും? മെയ്യിൽ ആ എക്സാം എഴുതി സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് പ്ലാന്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് ഇനി എന്ത് ചെയ്യുക? +2 എക്സാമിന് വൃത്തിക്ക് പഠിക്കുക. +2 എക്സാമിന് വെറുതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓടിച്ചു വിട്ട് പഠിക്കാതെ ഓരോ കോൺസെപ്റ്റും ഇപ്പൊ സമയമുണ്ട് അതിനുള്ള സമയമുണ്ട്. ഓരോ കോൺസെപ്റ്റും വൃത്തിക്ക് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ അവിടെ എത്തിച്ചേരും. അവിടെ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ +2 എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എത്ര പാറ്റേൺ മാറിയാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേ നോളജ് വെച്ചിട്ട് CUT പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നും അഡ്വാൻസ് ലെവലിൽ പഠിക്കുക. ഇനി നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എജുപോർട്ടിൽ എന്തുണ്ട്? CUT ബാച്ച് ഉണ്ട്. ഞങ്ങളിത് CUT ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടണമെന്നും അതുപോലെ തന്നെ അത് പല ആളുകൾക്കും അവെയർ അല്ല എന്നും അറിയുന്നത് കൊണ്ടാണ് എജുപോർട്ട് ഇങ്ങനെ CUT ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോസ് ഇടുന്നതും. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ മേടിക്കണം. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതിനൊരു പർപ്പസ് ഉണ്ടാവില്ലേ? ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കേണ്ടതാ. വെറുതെ ജീവിച്ച് മരിച്ച് പോയാൽ മതിയോ? അപ്പൊ നിങ്ങൾക്ക് സിവിൽ സർവീസോ അതുപോലെ എന്ത് ഉന്നത പോസ്റ്റുകൾ എത്താനും നിങ്ങൾക്കത് സഹായകമാകും. നിങ്ങളെ പ്രത്യേക ഒരു രീതിയിൽ, അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടൂലേ, ആ കംഫർട്ട് സോണിൽ നിന്നൊക്കെ വെളിയിൽ പോയി പ്രത്യേക രീതിയിൽ നമ്മുടെ ഫുൾ കപ്പാസിറ്റി പുറത്തെടുക്കാൻ ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് നമ്മളെ സഹായിക്കും. അത് ഉറപ്പാണ്. +2 എത്ര മാർക്ക് മേടിച്ചാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. അവിടെ നോക്കുന്നത് CUT ആണ്. അപ്പൊ CUTക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഒന്നായിരിക്കണം. നമ്മൾ ആ ലക്ഷ്യത്തിലോട്ട് മാത്രമായിരിക്കണം നോക്കേണ്ടത്. വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. മറ്റ് ഡിസ്ട്രാക്ഷൻസോ മറ്റ് കളിയാക്കലുകളോ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴൊക്കെ വരും. പക്ഷേ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡെസ്റ്റിനി അത് ക്രിയേറ്റ് ചെയ്യണം. അവിടെ എത്തിച്ചേരണം. അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇല്ലാതെ നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് മാത്രമേ നഷ്ടമാകുള്ളൂ. നിങ്ങളുടെ ഒരു ബ്രദറായിട്ട് തന്നെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.